അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീണ്ടും വിചാരമില്ലാത്ത തീരുമാനങ്ങൾ ആഗോളതലത്തിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണല്ലോ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ കൂട്ടിയത് തന്നെയാണ്. ഇതിൽ ഏറ്റവും വലിയ അടി കിട്ടിയത് ചൈനയ്ക്കാണ്. എന്നാൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് നിലവിൽ 90 ദിവസത്തേക്ക് ആ തീരുമാനം മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ചൈന തിരിച്ചും അമേരിക്കയ്ക്ക് താരിഫുകൾ പ്രഖ്യാപിച്ചതോടെ അവർ തമ്മിലുള്ള വ്യാപാരം പൂർണ്ണമായും നിലച്ചു. ഇതോടെ ട്രംപ് തീരുമാനത്തിൽ നിന്ന് അല്പം പിന്നോട്ട് പോവുകയും ചൈനയുടെ താരിഫും 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിലവിൽ വ്യാപാര കരാറുകൾക്കായി അമേരിക്കയുമായി ചർച്ചകൾ നടത്തി വരികയുമാണ്. ഇതിനിടെ കഴിഞ്ഞ ആഴ്ച ട്രംപ് ആപ്പിൾ സിഇഒ ടീം കുക്കിനോട് ഐഫോൺ ഉൽപ്പാദനം ഇന്ത്യയിൽ നടത്തേണ്ട എന്ന് നിർദ്ദേശിച്ചു. എന്നാൽ ഇതിന് തൊട്ടടുത്ത ദിവസം ട്രംപിന്റെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഐഫോൺ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ ഇന്ത്യയിലെ പ്ലാന്റിന്റെ വിപുലീകരണത്തിനായി ഏകദേശം 13,000 കോടി രൂപ നിക്ഷേപിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു എക്സ്ചേഞ്ച് ഫയലിംഗിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. തമിഴ്നാട്ടിൽ 2ഉം കർണാടകയിൽ 1ഉമായി മൊത്തം 3 ഉൽപ്പാദന പ്ലാന്റുകളാണ് ആപ്പിളിന് ഇന്ത്യയിലുള്ളത്. ഇതിലെ തമിഴ്നാട് പ്ലാന്റിലേക്കാണ് ഈ അധിക നിക്ഷേപം വന്നത്. ഇതിനുശേഷം ഇന്നലെ ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മറ്റൊരു ഭീഷണിയും ആപ്പിളിനോട് നടത്തി. അമേരിക്ക ഒഴികെ എവിടെ ഐഫോണുകൾ നിർമ്മിച്ചാലും അതിന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 25% ടാക്സ് കൊടുക്കണം. ട്രംപിന്റെ ഈ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ആപ്പിൾ ഇന്ത്യയിൽ നിന്ന് ഐഫോൺ ഉൽപ്പാദനം മാറ്റാൻ തയ്യാറാകാത്തത്? അതിന്റെ പിന്നിലെ ചില കാരണങ്ങളിലേക്ക്. കഴിഞ്ഞ വർഷം ആപ്പിൾ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തിയത് ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ ഐഫോണുകളാണ്. മുൻ വർഷത്തേതിനേക്കാൾ 60% കൂടുതൽ. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം ഏകദേശം 31 ലക്ഷത്തിൽ കൂടുതൽ ഐഫോണുകളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത്. നിലവിൽ ആഗോളതലത്തിലെ ഐഫോൺ നിർമ്മാണത്തിലെ 15 മുതൽ 20% വരെ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. അതേസമയം ചൈനയിൽ ഇത് 75 മുതൽ 80%-ഓളമാണ്. ഇതുകൂടി ഇന്ത്യയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ആപ്പിൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം ചൈന അമേരിക്ക വ്യാപാര ബന്ധത്തിലെ അസ്ഥിരതയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു താവളം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെയാണ് ഇന്ത്യക്ക് നറുക്ക് വീണത്. ഐഫോണുകൾ അമേരിക്കയിൽ നിർമ്മാണം നടത്തുന്നത് വെച്ച് താരതമ്യം ചെയ്താൽ ഇന്ത്യയിലെ നിർമ്മാണത്തിന് താരതമ്യേന ചെലവ് വളരെ കുറവാണ്. ഉദാഹരണത്തിന് അമേരിക്കയിലെ ഒരു നിർമ്മാണ തൊഴിലാളിക്ക് മണിക്കൂറിന് ഏകദേശം 2200 രൂപ കൊടുക്കണമെങ്കിൽ അതേ ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളിക്ക് 175 രൂപ കൊടുത്താൽ മതിയാകും. ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് താരതമ്യേന കുറഞ്ഞ തൊഴിൽ നിയന്ത്രണങ്ങളാണ് ഉള്ളത്. കൂടാതെ തൊഴിലാളികളുടെ ലഭ്യതയും പ്രായക്കുറവും അനുകൂല ഘടകങ്ങളാണ്. ഇനി ഗവൺമെന്റിൽ നിന്നുള്ള പിന്തുണയാണെങ്കിൽ അമേരിക്ക അപേക്ഷിച്ച് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. പലതരം സബ്സിഡികളും ഇൻസെന്റീവുകളും ഇങ്ങനെ ആപ്പിളിന് നിലവിൽ കിട്ടുന്നുമുണ്ട്. 2023-24 മാത്രം ഏകദേശം 2450 കോടിയോളം രൂപയാണ് ആപ്പിളിന്റെ നിർമ്മാണ പങ്കാളിയായ ഫോക്സ്കോണിന് ലഭിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ നയങ്ങളുടെ ഭാഗമായി ഇന്ത്യയെ ലോകത്തിന്റെ ഫാക്ടറിയാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ അതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ഘടകങ്ങളുടെ നിർമ്മാണത്തിന് വേറെയും ഇൻസെന്റീവുകൾ ഇന്ത്യ നൽകുന്നുണ്ട്. ഇതിലൂടെ ഫോക്സ്കോണിന് ഏകദേശം 23,000 കോടി രൂപ നേടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞു. ഇനി തൊഴിലാളികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ചിലവ് കണക്കാക്കിയാൽ ഒരു തൊഴിലാളിക്ക് അമേരിക്കയിൽ ഏകദേശം 5,000-ഓളം രൂപ ചിലവാകുമെങ്കിൽ ഇന്ത്യയിൽ ഇത് 700 രൂപ മാത്രമാണ്. ഇനി വിതരണക്കാർക്കുള്ള ഇൻസെന്റീവ് കണക്കാക്കിയാൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ലഭിച്ചത് 6,600 കോടിയോളം രൂപയാണ്. ഇത് അമേരിക്കയിൽ നിലവിലില്ല. കൂടാതെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും പലതരം സബ്സിഡികൾ ഇന്ത്യ നൽകുന്നുണ്ട്. ഇതും അമേരിക്കയിൽ നിലവിലില്ല. ഇതിനെല്ലാം പുറമെ ഗതാഗത ചിലവുകളും അമേരിക്ക അപേക്ഷിച്ച് ഇന്ത്യയിൽ വളരെ കുറവാണ്. ഇനി ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ച 25% അധിക താരിഫ് കണക്കാക്കിയാലും അമേരിക്കയെ താരതമ്യം ചെയ്താൽ ആപ്പിളിന് ലാഭം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുകൾ നിലവിൽ വന്നാൽ ഇന്ത്യക്കും ആപ്പിളിനും കൂടുതൽ ഗുണകരമാവുകയും ചെയ്യും.